PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ജനാധിപത്യം എന്താ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്തത് ഇതിൽ കൊടുത്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്നാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ത്രിതല പഞ്ചായത്ത് സംവിധാനവും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അല്ലേ. അപ്പോൾ ഏതാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ ഈ ത്രിതല സംവിധാനം എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ് അല്ലേ. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ എന്താണുള്ളത്? മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും. അപ്പോൾ ഇവയൊക്കെ ചേർന്നതാണ് എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ജനാധിപത്യത്തെ പറ്റി എബ്രഹാം ലിങ്കൺ പറഞ്ഞെന്താണെന്ന് നോക്കാം നമുക്ക്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. അതുപോലെ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞത് ഗാന്ധിജി? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അല്ലേ, ഗാന്ധിജിയുടെ സങ്കല്പം എന്താണ്? അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അടുത്തത് അമർത്യ സെൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അമർത്യ സെൻ എന്താ പറഞ്ഞത്? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം എന്താണ്? ജനാധിപത്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്തത് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ് നോക്കാം. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പോൾ എവിടെ നിന്നാണ് ഉദയം ചെയ്തത്? ഗ്രീസിലെ ഏഥൻസിൽ നിന്ന് കേട്ടോ, ഓർമ്മിക്കുക. അതുപോലെ എന്താ പറയുന്നത്? പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല എങ്കിലും എന്ത് ചെയ്തു? ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഗ്രീസിലെ ഏഥൻസിൽ നിന്നാണ് അല്ലേ ജനാധിപത്യം എന്ന ആശയം ഉദയം ചെയ്തത്. അപ്പോൾ അതുപോലെ നോക്കുക, ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ രീതിയിലുള്ള ഒരു ജനാധിപത്യ രീതി വന്നത്? ഇംഗ്ലണ്ടിൽ നിന്നാണ് കേട്ടോ. എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടത്? തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അടുത്തത് ഈ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നാണ് പറയുന്നത്. ആരാണ് ഉപയോഗിച്ചത്? ഹെറോഡോട്ടസ് ആണ്. എവിടുത്തുകാരനാണ് ഹെറോഡോട്ടസ്? ഗ്രീക്ക് ചരിത്രകാരനാണ് കേട്ടോ ഈ ഹെറോഡോട്ടസ്. ഓർമ്മിക്കുക, ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ? ഡെമോസ്, ക്രാറ്റോസ് എന്നീ രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ്
ഡെമോക്രസി ആയത് അല്ലേ. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഓർമ്മിക്കുക, ഡെമോസ് അഥവാ ജനങ്ങളും ക്രാറ്റോസ് അധികാരം എന്നീ രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഹെറോഡോട്ടസ് ആണ് അല്ലേ. ഹെറോഡോട്ടസ് ഏത് രാജ്യക്കാരനാണ്? ഗ്രീക്ക് ചരിത്രകാരനാണ് കേട്ടോ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗ്രാമസഭകൾ എന്നാണ്. അപ്പം എന്താണ് ഗ്രാമസഭകൾ എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അപ്പോൾ എന്താണ്? ഇതൊരു വേദിയാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അതുപോലെ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് അല്ലേ. അപ്പോൾ ആരാണ് ഈ ഗ്രാമസഭയിൽ അംഗങ്ങളായിട്ട് വരുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് അല്ലേ. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമസഭയും നഗരപ്രദേശങ്ങളിൽ എന്താണ്? വാർഡ് സഭകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണെന്ത്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, എന്താണ്? ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുക? ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കുക അല്ലേ. ഇത്തരത്തിലുള്ള ഭരണവ്യവസ്ഥയാണെന്ത്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം അല്ലേ. പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട് അല്ലേ, പ്രത്യക്ഷമായിട്ടുള്ളത്. അതുപോലെ താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പോൾ എന്താണ് ഈ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എവിടെയാണ് സാധ്യമാകുന്നത്? എവിടെയാണ്? ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അടുത്തത് കേരള നിയമസഭയെ പറ്റിയാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ അപ്പം എന്താണ് കേരള നിയമസഭ എന്ന് പറഞ്ഞാൽ? കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ അല്ലേ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ടാവും? ഓരോ നിയമസഭകൾ ഉണ്ടാകും. അപ്പം നോക്കുക, തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യം ഉണ്ടായി. അതിനുശേഷം എന്ത് വന്നു? 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ. അതിനുശേഷം എന്ത് വന്നു? 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. അതിനുശേഷമാണ് എന്തിലേക്ക് വന്നത്? കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ആദ്യം വന്നത് എന്താണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888. അതിനുശേഷം 1904 എന്ത് ചെയ്തു? ശ്രീമൂലം പ്രജാസഭ ഉണ്ടാക്കി. അതിനുശേഷം തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. അതിനുശേഷമാണ് എന്ത്? ഇന്നത്തെ രീതിയിലുള്ള കേരള സംസ്ഥാനത്തിൻ്റെ നിയമസഭയായിട്ട് മാറിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇപ്പോൾ ഡേറ്റ് ഓർമ്മിക്കണം കേട്ടോ. വർഷം 1888 ഏതാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 എന്ത് ചെയ്തു? തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. അതിനുശേഷമാണ് എന്ത്? കേരള നിയമസഭ വരുന്നത്. എന്നാണ് നിയമസഭ വന്നത്? ആദ്യ സമ്മേളനം നടന്ന എന്നാണ്? 1957 ഏപ്രിൽ 27 അല്ലേ. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 അപ്പോൾ കണക്ട് ചെയ്തൂടെ? 1957 27 അല്ലേ. 57 27 അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഓർമ്മിക്കുക, ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിനു മുന്നേ എന്ത് ഡിസ്കസ് ചെയ്തിരുന്നു? പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞതാ. അപ്പം പറയുന്നത് പരോക്ഷ ജനാധിപത്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി അല്ലേ. അപ്പം ഇവിടെ ആരാണ്?
പ്രത്യക്ഷത്തിലല്ലേ, പരോക്ഷമായിട്ടാണ് ഭരണം നടത്തുന്നത്. എന്താ ചെയ്യുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി. ഇതിനെയാണ് എന്ത് പറയുന്നത്? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് അല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, പ്രത്യക്ഷ ജനാധിപത്യം എവിടെയായിരുന്നു? ഭൂവിസ്തൃതിയൊക്കെ കുറഞ്ഞ രാജ്യങ്ങളിലായിരുന്നു അല്ലേ അപ്പം സാധ്യമായിരുന്നത്. ഇവിടെ എന്താണ്? ഇന്ത്യയെപ്പോലുള്ള വലിയ രാജ്യങ്ങളിൽ എന്താണ്? ജനസംഖ്യയും ഭൂവിസ്തൃതിയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഏതാണ് സാധ്യമായിട്ടുള്ളത്? പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യമാണ് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ അധികാരം ഉള്ളത് ആർക്കാണ്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ആർക്കാണ്? ജനങ്ങൾക്കാണ് അല്ലേ. പരമമായ അധികാരമുള്ളത് ജനങ്ങൾക്കാണ്. അതാണ് ഒരു സവിശേഷത. പിന്നെയോ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് അല്ലേ. തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സംവിധാനം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പം സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത. അതുപോലെ ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം അല്ലേ. ഒരു ഭരണപക്ഷം ഉണ്ടാവും, ഒരു പ്രതിപക്ഷം ഉണ്ടാവും. ഈ ഭരണപക്ഷത്തിൻ്റെ ഈ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത്? പ്രതിപക്ഷം അല്ലേ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രതിപക്ഷം. അപ്പോൾ ഓർമ്മിക്കുക എന്തൊക്കെയുണ്ട് ഇവിടെ? ജനങ്ങൾക്കാണ് മുൻതൂക്കം. അതുപോലെ എന്തുണ്ട്? സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പുണ്ട് അല്ലേ. ഇഷ്ടപ്രകാരം ചെയ്യല്ല, ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? പ്രതിപക്ഷവും ഉണ്ട്. അതുപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണ് അല്ലേ. ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, ആർക്കും ഒരു മുൻതൂക്കവും ഒന്നും കൊടുക്കുന്നില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആ ഒരു കാര്യം ഈ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയിൽ പെട്ടതാണ്. അതുപോലെ ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട് അല്ലേ. മീഡിയ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയിൽ പെട്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കണം മീഡിയ എന്ന് പറയുന്നത്? ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതാവണം. അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അല്ലേ. ഒരു നീതിന്യായ വ്യവസ്ഥയും കൂടി ഈ ജനാധിപത്യത്തിന് ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. എന്താണ് നോക്കാം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇത് എന്ന് മുതലാണ് വന്നത്? 1989 വരെ ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അതെന്താക്കി? 18 വയസ്സാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1989 വരെ എത്രയായിരുന്നു വോട്ടവകാശത്തിനുള്ള പ്രായം? 21 ഇപ്പോൾ അതെന്ത് ചെയ്തു? 18 വയസ്സാക്കിയിട്ട് മാറ്റി. അപ്പോൾ എന്തായിരുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രായം ആദ്യം 21 ഇപ്പോൾ എത്രയാക്കി മാറ്റി? 18 വയസ്സാക്കിയിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളിൽ പെട്ടതാണ് എന്ത്? സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ 8 ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. പിന്നെയോ മൂന്നാമത്തെ എന്താണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ്. അടുത്തത് പത്രിക സൂക്ഷ്മ പരിശോധന. പിന്നെയോ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. പിന്നെയോ തെരഞ്ഞെടുപ്പ് പ്രചരണം. പിന്നെ വോട്ടെടുപ്പ്
പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ 8 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. എന്താണ് ഫസ്റ്റ് തന്നെ? ഒന്നാമത്തത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക അല്ലേ? ആദ്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. പിന്നീട് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിനൊരു വിജ്ഞാപനം നടത്തണ്ടേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്ലേ? സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പിന്നെയോ പത്രിക സൂക്ഷ്മ പരിശോധന ചെയ്യുക അല്ലേ? അപ്പോൾ സ്ഥാനാർത്ഥികളുടെ വിവരവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുക. പിന്നെയോ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലേ? അതൊക്കെ നമ്മൾ സാധാരണ അറിയുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം. അത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? വോട്ടെടുപ്പ് നടത്തുന്നത് അല്ലേ? വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് തന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ എന്തിന്, അഥവാ തെരഞ്ഞെടുപ്പുകളുടെ ധർമ്മങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നാണ്, അഥവാ തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു അല്ലേ? ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ തോന്നിയ പോലെ ചെയ്യുകയല്ല, എന്താണ്? തെരഞ്ഞെടുപ്പിലൂടെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു അല്ലേ? എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? പ്രായപൂർത്തിയായ എല്ലാവരും പങ്കാളികളായിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലേ? പിന്നെയോ ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. പിന്നെയോ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആരാ നടത്തുന്നത്? അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് അല്ലേ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് ഇതൊക്കെ. അതുപോലെ 3 അംഗങ്ങളാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. അതിൽ ആരും പെടുന്നുണ്ട്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയാണ് ഇതിലെ അംഗങ്ങൾ. അപ്പോൾ ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഓർമ്മിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്